വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് പേയ്മെന്റ് ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓരോ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോഴും ആ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ടിന്റെ കൂടെ ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കും. അപ്പൊ ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ഇൻസ്റ്റാൾമെന്റിന്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ആ ഇൻട്രസ്റ്റ് എമൗണ്ട് അതിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം 2018 ചോദിച്ചതാണ്. അത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക. രഞ്ജിത്ത്, സുമേഷ് ആൻഡ് അനീഷ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. സുമേഷ് റിട്ടയേഴ്സ് ഫ്രം ദി ഫേം. On the date of retirement of Sumesh, 45,000 become due to him. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 45,000 ആണ്. രഞ്ജിത്ത് ആൻഡ് അനീഷ് പ്രോമിസ് ടു പേ ദി എമൗണ്ട് ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. ഈ 45,000 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നു. പ്രിപ്പയർ സുമേഷ് ലോൺ അക്കൗണ്ട് വെൻ ദേ എഗ്രി ടു പേ 3 ഇയർലി ഇൻസ്റ്റാൾമെന്റ്സ് ഓഫ് 15,000 ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ്. നോട്ട് ചെയ്യേണ്ട പോയിന്റ് അതാണ്. ഈ 15,000 ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അറ്റ് 12% പെർ ആനം ഓൺ ദി ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഡ്യൂറിംഗ് ദി ഫസ്റ്റ് 3 years. അപ്പോൾ ഫസ്റ്റ് 3 years 15,000 വീതം കൊടുക്കും. ആൻഡ് ദി ബാലൻസ് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ഇൻ 4th year. ബാലൻസ് എത്രയാണോ ഉള്ളത് ആ എമൗണ്ട് 4th yearലും കൊടുക്കും. നമ്മളോട് ഇവിടെ സുമേഷിന്റെ ലോൺ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഈ ക്യാപിറ്റൽ ബാലൻസ് 45,000 നമ്മൾ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് എഴുതണം സുമേഷ് ക്യാപിറ്റൽ അക്കൗണ്ട്, $45,000. നമുക്ക് നേരത്തെ ചെയ്ത പോലെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 45,000 എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിരിക്കുന്നത്? 12% ആണ്. 45,000 ഇൻറ്റു 12/100. ഇത് ഫസ്റ്റ് ഇയറിലാണ്. നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടി 5,400. അപ്പോൾ ആ എമൗണ്ട് നമ്മളിവിടെ എഴുതി. നമുക്കിവിടെ ഫസ്റ്റ് ഇയർ ഡെബിറ്റ് സൈഡിൽ നമുക്ക് കൊടുക്കണം ബാങ്ക്. ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 15,000 കൊടുക്കുന്നത് മാത്രമാണ്. ഇൻട്രസ്റ്റ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ബാലൻസ് കണ്ടുപിടിക്കാം. ബാലൻസ് ക്യാരിഡ് ഔട്ട്. $50,400 കിട്ടി. ബാലൻസ് നമുക്ക് 35,400 കിട്ടും. ഇനി സെക്കൻഡ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ എമൗണ്ടിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സെക്കൻഡ് ഇയർ വന്നപ്പോൾ നമ്മൾ ഈ ബാലൻസ് CD നമ്മളോട് ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തു. 35,400. ഇനി നമുക്ക് ഇതിന്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. 35,400 ഇൻറ്റു 12/100. ഇനി ഡെബിറ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഇയറിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 15,000 ആണ് വരുന്നത്. ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് നമുക്ക് 4,248 എന്ന് കിട്ടും. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. $39,620.
48. ബാലൻസ് ക്യാരി ഡൗൺ നമുക്ക് കിട്ടി 24,648. ഇനി നമ്മൾ തേർഡ് ഇയറിൽ ഈ എമൗണ്ടിനെ നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്തു. ബാലൻസ് ബ്രോട്ട് ഡൗൺ 24,648. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 24,648 ഇൻറ്റു 12/100. ഈ വർഷം നമുക്ക് ഡെബിറ്റ് സൈഡിൽ നമുക്ക് എഴുതണം. തേർഡ് ഇയറിൽ ബാങ്ക് 15,000. ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കാം. നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത് 2,958 എന്ന് കിട്ടി. നമുക്കിത് ബാലൻസ് ചെയ്യാം. $15,000 നമുക്കിത് ഡിഡക്റ്റ് ചെയ്യാം. ബാലൻസ് ക്യാരി ഡൗൺ. ഇനി നമുക്ക് ഫോർത്ത് ഇയറിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ 12,606. ഇനി ഇതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 12,606 ഇൻറ്റു 12/100. നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയത് 1,530. ഇവിടെ ഇനി നമുക്കിത് ഫുൾ എമൗണ്ട്, അതായത് 4ാമത്തെ ഇയറിൽ ബാലൻസ് ഉള്ള എമൗണ്ട് ഫുള്ളായിട്ടാണ് കൊടുക്കുന്നത്. $14,119 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർത്ത് ഇയറിൽ ബാങ്ക് എന്നും പറഞ്ഞ് ആ എമൗണ്ടാണ് കാണിക്കേണ്ടത്. ബാങ്ക് ഈ എമൗണ്ട്, അതായത് 14,000 ബാലൻസിങ് ഫിഗർ 119 ആണ് പേയ്മെന്റ് നടത്തുക. അപ്പോൾ മുൻപ് ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വരുന്നത് ഓരോ ഇൻസ്റ്റാൾമെന്റും 15,000 ആണ്. നേരത്തെ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 15,000 പ്ലസ് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇവിടെ നമ്മളോട് പറഞ്ഞിരുന്നത് 3 വർഷം 15,000 കൊടുക്കണം, ബാലൻസ് ഉള്ള എമൗണ്ട് ഫോർത്ത് ഇയറിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രോബ്ലം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക.